ഹായ്, എല്ലാവർക്കും മല്ലു സീരിയൽ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ മംഗല്യം തന്നുനയുടെ എപ്പിസോഡ് നോക്കാം. നമ്മുടെ നിധിയും ഗൗതമും കൂടി പ്ലാൻ ചെയ്തിട്ട് CKCനെ പറ്റിക്കുന്ന എപ്പിസോഡാണ് കേട്ടോ. അപ്പോൾ ഒരു ഫാക്ടറി ലേലത്തിൽ വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അതിന് CKCയും പങ്കെടുക്കുന്നുണ്ട്, നമ്മുടെ ഗൗതമും പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ CKC നമ്മുടെ വസുന്ധരേനെ വിളിച്ചിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടല്ലോ, അതായത് ഗൗതം തോറ്റാലും വേണ്ടില്ല, നിധിയുടെ സഹായത്തോട് കൂടിയിട്ട് ജയിക്കരുത്, അതാണല്ലോ ആവശ്യം. അപ്പോൾ ഇത് മനസ്സിലാക്കി നിധി എന്ത് ചെയ്തു, നിധിയും നമ്മുടെ ഗൗതമും കൂടി പ്ലാൻ ചെയ്യണം കേട്ടോ. അപ്പോൾ ഗൗതം വരുമ്പോൾ നിധി പറയേണ്ടത് നാളെ നമ്മുടെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ നന്നായി വർക്കൗട്ട് ചെയ്യണം, CKC ചില്ലറ ആളെന്നല്ല, CKCനെ ഒരിക്കലും ജയിക്കാൻ വിടരുതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വസു ഇതൊക്കെ ബാൽക്കണിയിൽ നിന്ന് കേൾക്കണത് ഇവർ കാണുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് നമുക്ക് ഇവിടെ വെച്ചിട്ട് ആരോടും പ്ലാൻ ചെയ്യേണ്ട, ആരെങ്കിലും കേട്ടാലോ CKCക്ക് ഒറ്റ കൊടുക്കും, അത് നമുക്ക് ബെഡ്റൂമിൽ പോയിരുന്നിട്ട് പ്ലാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അകത്ത് പോയിരുന്നിട്ട് ഇവർ പ്ലാൻ ചെയ്യണം. അപ്പോൾ ഇത് നമ്മുടെ വസു കേൾക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ, അത് നിധിക്കും അറിയാം. അപ്പോൾ നിധി ചോദിക്കുന്നുണ്ട് നാളെ നമ്മുടെ ലേലത്തിൽ വയ്ക്കണ ഫാക്ടറിയുടെ റേറ്റൊക്കെ എത്രയായിരിക്കും, വർത്തുണ്ടാവും അതിനെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗൗതം പറ അതൊക്കെ ഞാൻ വിശദമായിട്ട് അന്വേഷിച്ചിട്ടുണ്ട്, അപ്പോൾ ഒരു 15 കോടി വരെ നമുക്ക് വിളിക്കാം, നമുക്ക് എത്ര രൂപയ്ക്ക് വിളിക്കാമെന്ന് നിധി ചോദിക്കും. 15 കോടി വരെ നമുക്ക് വിളിക്കാം, ഇത്രയൊക്കെ വിളിക്കാൻ പറ്റുമോ ചോദിക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ, ഞാൻ വിചാരിച്ച ആകെ 3-3.5 കോടി അത്രയൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചു. അതെല്ലാവരും അങ്ങനെ വിചാരിക്കുക, പക്ഷേ ഒരു ഇൻ്റർനാഷണൽ കമ്പനി ഇപ്പോൾ പുതിയ ബ്രാഞ്ച് ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ തൽക്കാലം ഇവിടെയുള്ള ഒരു കമ്പനീനെ ഏറ്റെടുക്കാനായിട്ട് അവർ ഈ കമ്പനിയാണ് നോട്ടിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് ലേലത്തിൽ പിടിക്കുകയാണെങ്കിൽ നമ്മൾ ചോദിച്ച റേറ്റ് അവർ തരും. അങ്ങനെ പക്ഷേ ഇതാർക്കും അറിയില്ല വേറെ എന്ന് പറയുന്നുണ്ട് കേട്ടോ ഗൗതം. ഇതിനെക്കുറിച്ച് ഇങ്ങനെ കുറേ സംസാരിക്കുന്നുണ്ട്, പക്ഷേ ഇതൊക്കെ വസു കേൾക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് അയ്യോ CKC ഇത്രയ്ക്കൊന്നും വരില്ല, എന്തായാലും ഇതിന് ചെറിയ വർത്തുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ആൾ കുറച്ച് പൈസയ്ക്ക് വിളിക്കുള്ളൂ. അപ്പോൾ എന്തായാലും ഇല്ല നമുക്ക് തന്നെ കിട്ടും, എന്തിനു വന്നാലും CKC ജയിക്കരുത്, നമുക്ക് അത്രേ വേണ്ടുള്ളൂ, എത്ര ഹൈയിൽ വിളിക്കേണ്ടി വന്നാലും വേണ്ടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട് 15 അല്ല 20 കോടിക്ക് വിളിച്ചാലും കുഴപ്പമില്ല, ഇത് നമുക്ക് വെറുതെ ഉണ്ടാവുള്ളൂ, അധികം വൈകാതെ ആ ഇൻ്റർനാഷണൽ കമ്പനി ഇതിനെ ഏറ്റെടുക്കും. പിന്നെ ഇതിൻ്റെ അടുത്തുകൂടെ എന്തോ വരുന്നുണ്ട്, അപ്പോൾ ഇതിൻ്റെ വർത്ത് ഒന്നും കൂടി കൂടുള്ളൂ, അതുകൊണ്ടാണ് നമ്മൾ എങ്ങനെയും ഈ ലേലത്തിൽ ജയിച്ചേ പറ്റൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇത് ഗൗതം പറയുന്നത് നീ അല്ല എൻ്റെ ഭാഗ്യം, നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എല്ലാം ജയിക്കും, ഇനി എനിക്ക് ജയം തന്നെ ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ വസു ഇത് കേട്ടിട്ട് പറയുന്നുണ്ട് പിന്നെ നാളെ നോക്കിക്കോ ഇതൊക്കെ തിരുത്തി പറയും, ഞാനിത് പറഞ്ഞു കൊടുക്കും, ഇപ്പം എന്താ പറയാറിയാലോ എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ പോയിട്ട് നമ്മുടെ CKCക്ക് വിളിക്കാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് CKC മാനേജറും കൂടി അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ലേലത്തിൽ പങ്കെടുക്കാൻ പോവാണ് പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴേക്കും. അപ്പോൾ എൻ്റെ മാനേജറോട് പറയുന്നുണ്ട് മറ്റേ വസുന്ധര വിളിക്കും എന്നിട്ട് വേണം പോകാനെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ലേലത്തിൽ പങ്കെടുക്കാൻ അപ്പോഴേക്കും നമുക്ക് പറ്റിയില്ലെങ്കിലോ വൈകും, കുറച്ച് യാത്രയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ഞാൻ എല്ലാവരെയും ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്, ആരും പങ്കെടുക്കില്ല, ഈ ഗൗതമും നിധി മാത്രമേ വരുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവരുടെ പ്ലാൻ അറിഞ്ഞിട്ട് നമുക്ക് പോകാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് വസുന്ധര വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ കാര്യങ്ങൾ. അപ്പോൾ ഇത്രയ്ക്ക് റേറ്റോ, എൻ്റെ മാനേജർ അന്വേഷിച്ചിട്ട് പറഞ്ഞത് അത് ആകെ എത്ര 3.5-4 കോടിക്ക് താഴെ വരുള്ളൂ എന്നാണല്ലോ, നഷ്ടത്തിലാണെന്നാണല്ലോ പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട് നിങ്ങളുടെ മാനേജർക്ക് ബുദ്ധിയില്ലാഞ്ഞിട്ടാ, എൻ്റെ മകൻ ഗൗതം അങ്ങനെയല്ല, അവനെല്ലാം വിശദമായിട്ട് അന്വേഷിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വക കാര്യങ്ങളൊക്കെ നമ്മുടെ CKCക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ CKCയുടെ മാനേജർ പറയുന്നുണ്ട് അല്ല ഞാനിതൊക്കെ അന്വേഷിച്ചത് സാർ, ഇത് ഇത്രയേ ഉള്ളൂ, അയാൾ നഷ്ടത്തിലാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ CKC ഇതൊന്നും ഇതാക്കണില്ല, അതായത് ഗൗതമിന് നിധിനെ എങ്ങനെയും ജയിക്കാൻ വിടില്ല, എനിക്കിത് എടുത്തേ പറ്റൂ, എത്ര അതിന് 15-20 കോടി കൊടുത്താലും ഞാൻ എടുക്കും എന്നും പറഞ്ഞിട്ട് നല്ല ഹൈ റേറ്റിൽ വിളിക്കാനാണ് കേട്ടോ നമ്മുടെ CKC പോണത്. അപ്പോൾ സത്യത്തിൽ ഉണ്ടാവുക എന്താ വെച്ചാൽ നഷ്ടത്തിലുള്ള കമ്പനി ഹൈ പ്രൈസ് കൊടുത്തിട്ട് നമ്മുടെ CKC സ്വന്താക്കും. ശരിക്കും നമ്മുടെ നിധിയും ഗൗതമും ഈ കളി തുടരുകയും ചെയ്യും. ലാസ്റ്റാണ് ഇത് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് പൊട്ടിക്കുള്ളൂ കേട്ടോ. ജയിച്ചു എന്ന് വെച്ചിട്ട് നിൽക്കണം നമ്മുടെ CKCയുടെ മുന്നിൽ, ഇത്രയും നഷ്ടത്തിലുള്ള കമ്പനിയാണ് CKC ഇത്രയും ഹൈ കാശും കൊടുത്തിട്ട് എടുത്തിരിക്കണം എന്നുള്ളത് അപ്പോഴേ മനസ്സിലാവത്തുള്ളൂ. നമുക്ക് ആ ഭാഗത്തിനായിട്ട് കാത്തിരിക്കാം കേട്ടോ. അപ്പോൾ ആരും മിസ്സാക്കണ്ട, കണ്ടോളൂ. അപ്പോൾ അടുത്ത ഭാഗമായിട്ട് വരും വരെ ബായ്.